ഇന്ത്യൻ റെയിൽവേയില് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ റെയിൽവേയുടെ സൈഡിൽ നിന്ന് പുതിയ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3യുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വേക്കൻസി ഉണ്ട് മക്കളെ. എന്താണെന്ന് ചോദിച്ചാൽ 6234 വേക്കൻസി ഗ്രേഡ് 3ക്കും ഗ്രേഡ് 1ന് 323 വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത്. ഇതൊരു മികച്ച അവസരം തന്നെയാണ്. 6234 323 ചേർത്ത് ഏകദേശം 6500 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് മറക്കണ്ട, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുമാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടന്നാലോ. ഓക്കെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ജൂൺ, നാളെ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. 29 ജൂലൈ വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്രേഡ് 1 എന്ന് പറയുന്ന പേ ലെവൽ 5 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് പേ ലെവൽ 2 സ്കെയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് എല്ലാം ആയല്ലോ. അപ്പോൾ RRBയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റുകൾ, ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 പോസ്റ്റുകൾ, ടോട്ടൽ വേക്കൻസി 6500 ആണ്. ജൂൺ 30 മുതൽ ജൂലൈ 29 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ അടുത്ത വിവരങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാ നോക്കൂ. ഗ്രേഡ് 1ന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഏകദേശം 30,000 റുപ്പീസ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ പേ ലെവൽ നമ്മുടെ ശമ്പള കമ്മീഷൻ വരുന്നത് 7ാമത്തെ ശമ്പള കമ്മീഷൻ അനുസരിച്ച് 29,200 30,000 അടുപ്പിച്ചാണ് വരുന്നത്. 20,000 അടുപ്പിച്ചാണ് എന്തിന് വരുന്നത്? ഗ്രേഡ് 3യുടെ ബേസിക് പേ വരുന്നത്. അപ്പൊ ബേസിക് പേ ആണ് ഈ പറഞ്ഞത്. അപ്പോൾ സാലറിക്കകത്ത് അറിയാലോ, ബേസിക് പേ, DA, അലവൻസസ്, മറ്റു പല കാര്യങ്ങൾ വരുമ്പോൾ പേ ലെവൽ 5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്കെയിലുള്ള സാലറി സ്കെയിലാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താ വെച്ചാൽ CBT 1 എക്സാം ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആയിരിക്കും വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ rrbapply.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? പല ആളുകൾക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? സിഗ്നൽ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കൂ. BSc ഫിസിക്സ് പഠിച്ച ആളുകൾക്ക്, ഇലക്ട്രോണിക്സ് BSc ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക്, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക്, IT പഠിച്ചവർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചവർ, പലപ്പോഴും ഈ BSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT പഠിച്ചവർക്ക് നല്ല മികച്ച ഒരു അവസരമാണ്. ഒരുപാട് അവസരങ്ങളൊന്നും നമ്മുടെ പബ്ലിക് സെക്ടർ ഏരിയയിൽ നിന്ന് കിട്ടാത്ത, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പം കേരള PSCയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്പെസിഫൈഡ് പോസ്റ്റിലേക്ക് വരുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ BSc ഓഫ് കോമ്പിനേഷൻ ഓഫ് ഇത് മൂന്നിന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്ന സബ്ജക്റ്റുകളോ, അല്ലെങ്കിൽ 3 ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഈ സബ്ജക്റ്റുകളിൽ തന്നെ ഡിപ്ലോമ, അതായത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഡിപ്ലോമ ഇൻ IT, ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ, അല്ലെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി എബോവ് സബ്ജക്ട്സ്, ഇതിലേതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സിഗ്നൽ ഗ്രേഡ് 1ന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഫിസിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, IT, ഇൻസ്ട്രുമെന്റേഷൻ, അത് ഡിപ്ലോമ ആവാം, എഞ്ചിനീയറിംഗ് ആവാം. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3, അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഗ്രേഡ് 3ക്ക് 10th പാസ്, പിന്നെന്താ പ്ലസ് ITI ആണ് കേട്ടോ. 10th പാസ് പ്ലസ് IT ആണ് വരേണ്ടത്. അപ്പൊ അത് കൃത്യം ഓർത്തിരിക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏകദേശം 6300ഓളം വേക്കൻസി വരുന്ന ഗ്രേഡ് 3യിലേക്ക് അപ്ലൈ ചെയ്യാം. കുറെ ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് അപ്രന്റീഷിപ്പ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു 10th പാസ് പ്ലസ് അപ്രന്റീഷിപ്പ് മതി എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ക്വാളിഫിക്കേഷൻ മനസ്സിലായല്ലോ. എന്നിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുവാണെങ്കിൽ എന്താ വരുന്നത്? ഈ ഗ്രേഡ് 1ന്റേത് വരുന്നത് 18 to 30, അതായത് 20 മുതൽ 30 വയസ്സ് വരെയാണ് വരുന്നത്. ഏജ് റിലാക്സേഷൻസ് ഉണ്ട്, അറിയാലോ. OBCക്ക് 3 ഇയർ, SC ST 5 ഇയർ പോലെയുള്ള റിലാക്സേഷൻസ് വരുന്നുണ്ട്. ഇവിടെ 18 to 33 ആണ് ഏജ് റിലാക്സേഷൻസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏജ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് ഇതിനകത്ത് ടെസ്റ്റിന് വരുന്ന കാര്യങ്ങൾ? ഓക്കെ മക്കളെ നോക്കൂ. ആദ്യം നടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്സിന്, അവിടെയാണ് നമ്മുടെ
ഓൺലൈനായിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നീടുള്ള എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡോക്യുമെന്റുകൾ, ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ്, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് പോലെയുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, കാരണം മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിലുള്ളവർക്കെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള A3, B1, B2, C1 പോലെയുള്ള മെഡിക്കൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒറ്റ എക്സാമേ ഉള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. പിന്നെന്താ ഉള്ളത്, എന്താണ് ഇതിന് വരുന്ന പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഗ്രേഡ് 1 പോസ്റ്റിന്റെ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഓക്കെ, ഇനി അത് ജനറൽ ഇന്റലിജൻസ്, അതായത് റീസണിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. പിന്നെന്താ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെ ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. പിന്നീട് എന്താ, മാത്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് എന്ന രീതിയിലാണ് ഏത് എക്സാം വരുന്നത്. 90 മിനിറ്റ്സ്, 90 മിനിറ്റ്, 1.5 മണിക്കൂർ വരുന്ന പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 വരുന്നത്. വേണ്ട സബ്ജക്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ്, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, മാത്സ്, BSc, നമ്മുടെ ബേസിക് സയൻസ്. ഇതെല്ലാം നമ്മൾ ആൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലടാ. കമ്പ്യൂട്ടറിന് ഇവിടെ കൃത്യമായിട്ടൊരു വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്നാ അടുത്തത് ഗ്രേഡ് 3യുടെ പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ നോക്കാം. ഗ്രേഡ് 3 വരുമ്പോ എന്താണ്, മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അതുപോലെ റീസണിംഗിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. പിന്നെ ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. പിന്നെ 10 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഏതാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3. ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. 1.5 മണിക്കൂർ വരുന്ന ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. ആ ടെസ്റ്റ് കൃത്യമായി പഠിക്കുക. അപ്പൊ റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിരവധി എക്സാംസ്, അപ്പോൾ ഒരു ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc ഫിസിക്സ്, BSc IT ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ IT ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ പഠിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഈ ടെക്നീഷ്യൻ. ഇങ്ങനെ ഈ ഒരു എക്സാംസ് മാത്രമല്ല, ഇഷ്ടം പോലെ പരീക്ഷകൾ റെയിൽവേയുടെ നേടുന്നുണ്ടല്ലോ. NTPC ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, ഗ്രാജുവേറ്റ് ഉണ്ട്. അപ്പൊ റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരവും മികച്ച അവസരമാണ്. നമ്മളെ പല ആളുകളും ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആക്കാം. അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ വേക്കൻസി കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ടോട്ടൽ വേക്കൻസി ഏകദേശം 6557. ഈ 2 പോസ്റ്റുകളുടെയും കൂടെ ചേർത്ത് 6557. തീരെ മോശമല്ലാത്ത വേക്കൻസിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടി വേക്കൻസി കൂടുതലാണ് ഇപ്രാവശ്യം എന്നുള്ളത് വളരെ ആശാകരമായ കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഒരു മടിയും വിചാരിക്കരുത്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ വേക്കൻസി നമ്മളെ തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, ഈ RRB ടെക്നീഷ്യന്റെ ഗ്രേഡ് 1 ഗ്രേഡ് 3 ടെക്നീഷ്യന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി അതല്ല, ഓഫ്ലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈയിലെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തെ നമ്പർ ഉണ്ട്, കൊല്ലം ബ്രാഞ്ചിലെ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലെ നമ്പർ ഉണ്ട്, തൃശ്ശൂർ ബ്രാഞ്ച്, കോഴിക്കോട് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചുകളിലെല്ലാം RRB ടെക്നീഷ്യൻ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ സക്സസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ ഉടനെ തന്നെ നാളെ മുതൽ ആപ്ലിക്കേഷൻ ലൈവ് ആണ്, അപ്ലൈ ചെയ്യുക. മറക്കരുത്. ഈ ചാൻസ് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.